ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ആത്മീയ വെളിച്ചത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനേത്രങ്ങളുടെ ഉപമ പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ്. കണ്ണിലൂടെ പ്രകാശം കടക്കുമ്പോൾ ശരീരം പ്രകാശം ആഗിരണം ചെയ്യുകയും ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. കണ്ണ് തകരാറിലായാൽ പ്രകാശത്തിന് ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വെളിച്ചത്തിന് പകരം മനുഷ്യൻ അന്ധകാരം കൊണ്ട് നിറയും. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അനന്തരഫലമായി ദൈവത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ കഴിയില്ല. അവൻ പാപാന്ധകാരത്തിൽ ജീവിക്കുന്നു. ഈ അന്ധകാരത്തിൻ്റെ പ്രഭാവം അവൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും കാണാൻ കഴിയും. പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു. പാപത്തിൻ്റെ ശിക്ഷ നിത്യമായ നരകമാണ്. ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചത്. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവൻ പാപക്ഷമ പ്രാപിക്കുന്നു, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. അവൻ്റെ ഹൃദയം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതം പ്രകാശപൂരിതമാകും. ആത്മീയ വെളിച്ചത്തിൻ്റെ സ്വാധീനം അവൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ദൈവം നിങ്ങളെയും അതിനായി സഹായിക്കട്ടെ.